ആഗോള അയ്യപ്പ സംഗമം വിജയകരമായി നടപ്പിലാക്കി വിശ്വാസികളുടെ മനസ്സിൽ വീണ്ടും ഇടം പിടിക്കാനാണ് പിണറായി സർക്കാരിന്റെയും CPMന്റെയും ശ്രമം. 2019 ഫെബ്രുവരി 6-ന് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കവേ സുപ്രീം കോടതിയിൽ ബോർഡ് സ്വീകരിച്ച അയ്യപ്പ വിശ്വാസ വിരുദ്ധവും ആചാരലംഘനത്തിന് പ്രേരിപ്പിക്കുന്നതുമായ നിലപാട് പരസ്യമായി പിൻവലിക്കണമെന്ന് BJP ഞായറാഴ്ച ആവശ്യപ്പെട്ടതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്തെത്തി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിലെ നിലപാട് തിരുത്തുന്ന വിഷയത്തിൽ വ്യക്തത വരുത്തുമെന്ന് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയുടെ ആചാരം, അനുഷ്ഠാനം എന്നിവ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമവിധേയമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പാർലമെന്റിൽ നിയമം പാസാക്കും എന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം BJPയെ ഓർമ്മിപ്പിച്ചു. വിഷയത്തിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം നിയമോപദേശം തേടാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ടെന്ന് സൂചനയുണ്ട്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് ശേഷം ഉയർന്നുവന്ന വിവിധ വിഷയങ്ങൾ ദേവസ്വം ബോർഡ് ഗൗരവമായി പരിഗണിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സത്യവാങ്മൂലം പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടുന്നത് നിർണായകമാകും. വിഷയത്തിന്റെ സങ്കീർണത കണക്കിലെടുത്ത് ദേവസ്വം ബോർഡ് ഏറെ കരുതലോടെയാണ് നീങ്ങുന്നത്. ശബരിമലയ്ക്കായി ഭക്തസംഗമം നടത്തുന്ന സർക്കാരിനും ബോർഡിനും അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോടതിയിൽ പുതിയ നിലപാട് അറിയിക്കണമെന്നും പരസ്യ പ്രസ്താവന നടത്തണമെന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഞായറാഴ്ച ആവശ്യപ്പെട്ടത്. അതേസമയം ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇതിനായി ഏകദേശം 4 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്നതായി ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. മത-സാമുദായിക സംഘടനകളുടെ പിന്തുണ സംഗമത്തിന് ലഭിക്കുന്നുണ്ടെന്നും പരിപാടിക്കുള്ള രജിസ്ട്രേഷൻ ശബരിമല പോർട്ടൽ വഴി ഓൺലൈനായി ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഗ്ലോബൽ ബ്രാഹ്മിൻ കൺസോർഷ്യവും പാലക്കാട് കൽപ്പാത്തി അയ്യപ്പ ഭക്ത സംഘത്തിന്റെ പ്രതിനിധികളും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാർ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് സ്വാഗതാർഹമാണെന്നും രാഷ്ട്രീയത്തിനുപരിയായി ശബരിമലയുടെ പുരോഗതിക്ക് പ്രവർത്തിക്കുന്നുവെന്ന ദേവസ്വം ബോർഡിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതായും ഗ്ലോബൽ ബ്രാഹ്മിൻ കൺസോർഷ്യത്തിന്റെ ഭാരവാഹികൾ അറിയിച്ചു. ഈ സംഗമം ശബരിമലയുടെ വികസനത്തിനും ആചാര സംരക്ഷണത്തിനും നിർണായകമാകും. എന്തായാലും വിശ്വാസികളുടെ മനസ്സിൽ വീണ്ടും ഇടം പിടിക്കാൻ തന്നെയാണ് പിണറായി സർക്കാരിന്റെ നീക്കം. അത് കണ്ടറിഞ്ഞാണ് ഇപ്പോൾ അയ്യപ്പ വിശ്വാസികളെ മുതലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നത്.